നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ബിജെപിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് തലസ്ഥാനത്ത് തുടക്കം. പ്രവർത്തകർക്ക് ആവേശമായി മോഡി. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി ബഡ്ജറ്റ്. നിർമ്മാണ മേഖലയിലെ അവശ്യ സാധനങ്ങൾക്ക് വില കൂടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിന് ഒരുങ്ങി തിരുവനന്തപുരം. അവസാനവട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. വടവാതൂർ ESI ഡിസ്പെൻസറി ഏറ്റെടുത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. പ്ലാന്റേഷന്റെ കീഴിലെ തൊഴിലാളികൾക്കും ESI ചികിത്സാ സൗകര്യം ലഭ്യമാക്കുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. തലസ്ഥാനത്തെ BJPയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തുടക്കം കുറിച്ചത്. മോഡി ആരാധകരായ പ്രവർത്തകരെ കൂടുതൽ ആവേശത്തോടെ പ്രചരണ പരിപാടികൾക്ക് സജ്ജരാക്കുകയായിരുന്നു BJPയുടെ ഈ നീക്കത്തിന്റെ പിന്നിലെ ലക്ഷ്യം. 5 ലക്ഷം പേർ മോഡിയെ കാണാൻ ശംഖുമുഖത്ത് എത്തുമെന്നായിരുന്നു BJP നേതൃത്വത്തിന്റെ കണക്ക്. ആ കണക്ക് കൃത്യമായാലും അല്ലെങ്കിലും മോഡിക്ക് വേണ്ടി ജയ് വിളിക്കാൻ തലസ്ഥാനത്ത് ലക്ഷക്കണക്കിന് പേർ എത്തി. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മോഡിയെ ഇറക്കിയതിന് പിന്നിലെ ചേതോവികാരം എന്താണെന്ന് ചിന്തിച്ച് തലപോയിക്കേണ്ട. മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല BJPക്ക് ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് മോദിക്ക് വേണ്ടിയാണെന്ന് ഓരോ പ്രവർത്തകനെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കലായിരുന്നു ശംഖുമുഖത്തെ പരിപാടിയുടെ ലക്ഷ്യം. പ്രവർത്തകർക്ക് ആവേശം നൽകാൻ മോഡിയേക്കാൾ നല്ല ആയുധം BJPയിൽ ഇന്നില്ല. മോദിക്ക് വേണ്ടി ചാവാൻ പോലും മടിയില്ലാത്ത ചാവേറുകളാണെന്ന് വിളിച്ചാലും ശംഖുമുഖത്ത് നിറഞ്ഞ പ്രവർത്തകർ അത് കേൾക്കും. അവർക്കതൊരു അഭിമാനമാണ്. BJPക്ക് വിജയപ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് മോദിയുടെ ഈ വരവ് എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിനൊരുങ്ങി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. മറ്റു മണ്ഡലത്തെക്കാൾ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചരണത്തിൽ മേൽക്കൈ നേടാനാണ് മുന്നണികളുടെ ശ്രമം. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ചർച്ചകളിലാണ് മുന്നണികൾ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒന്ന് മാത്രം കരുതി എഴുതി തള്ളരുത്. കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ മണ്ഡലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഫലപ്രഖ്യാപനം വരെ പൊടി പാറാം. കോൺഗ്രസിനെ സംബന്ധിച്ച് മാനം കാക്കാനുള്ള പോരാട്ടമാണ് തിരുവനന്തപുരത്തേത്. സുനന്ദ പുഷ്കറിന്റെ മരണത്തിനും വിവാദങ്ങൾക്കും മുമ്പ് ശശി തരൂർ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഉറച്ച സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ശശി തരൂരിന് അഗ്നിപരീക്ഷ തന്നെ കടക്കേണ്ടതുണ്ട്. ജനങ്ങൾ വിവാദങ്ങളെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. ശശി തരൂർ നന്നായി ചവിട്ടി പാകപ്പെടുത്തിയ മണ്ണെന്ന നിലയിൽ കോൺഗ്രസിന് ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. തരൂരിന്റെ വ്യക്തിജീവിതത്തിനേറ്റ തിരിച്ചടിയുടെ സാഹചര്യത്തിൽ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പുതിയ പേരുകൾ ഉയർന്നു വരുന്നു. ജയസാധ്യതയുള്ള തിരുവനന്തപുരത്ത് കോൺഗ്രസിന് ബിഗ് ഷോട്ടുകൾ തന്നെ വേണമെന്ന ആവശ്യം താഴെത്തട്ട് മുതൽ നേതൃത്വം വരെ ഉയർന്നു വന്നിട്ടുണ്ട്. സാധ്യതാ പട്ടിക ഒടുവിലെത്തി നിൽക്കുന്നത് സാക്ഷാൽ ആന്റണിയുടെ മുമ്പിലാണ്. കോൺഗ്രസിന് എങ്ങനെയാണോ അതിലേറെ അഭിമാന പോരാട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. മത്സരിച്ച് തോറ്റ് എണ്ണം കൂട്ടുന്ന നേതാവെന്ന പേരുണ്ടെങ്കിലും വീണ്ടും O രാജഗോപാലിനെ തന്നെ BJP രംഗത്തിറക്കുന്നു. മോഡിയുടെ ചിറകിൽ ജയിച്ച് ലക്ഷ്യം നേടാമെന്നത് പാർട്ടിയുടെ ആത്മവിശ്വാസമാണ്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റിന് ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന 10 സീറ്റിന്റെ മാറ്റാണെന്ന് BJP കണക്കുകൂട്ടുന്നു. നരേന്ദ്രമോദിയുടെ ശംഖുമുഖത്തെ റാലി ചരിത്രത്തിലെ BJPയുടെ ഏറ്റവും വലിയ ശക്തി പ്രകടനമാക്കി മാറ്റി വോട്ട് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. PKVയുടെയും പന്ന്യൻ രവീന്ദ്രന്റെയും വ്യക്തിപ്രഭാവത്തിന്റെ മികവിൽ തിരുവനന്തപുരം സീറ്റ് കൈവശം വച്ചിരുന്ന CPIക്കും ഇത് അഭിമാന പോരാട്ടം. തൽക്കാലം പാർട്ടിക്ക് മുമ്പിലുള്ളത് തലയെടുപ്പുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കാൻ കിട്ടുക എന്നതാണ്. ചിത്രങ്ങൾ വ്യക്തമായിട്ടില്ലെങ്കിലും ബിനോയ് വിശ്വമാണ് അവസാനത്തെ പേരുകാരിൽ ഒരാൾ. കഴിഞ്ഞ 1 വർഷമായി തിരുവനന്തപുരത്തിന് വേണ്ടി നടത്തിയ സമരങ്ങൾ ഉയർത്തിക്കാട്ടിയാകും ഇടതുപക്ഷം ജനങ്ങളെ സമീപിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടാൽ വടവാതൂർ ESI ഡിസ്പെൻസറി ഏറ്റെടുത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. സംസ്ഥാന ESIC ആവശ്യപ്പെട്ട അനുസരിച്ചാണ് അല്ലെങ്കിൽ സംസ്ഥാന ഇൻഷുറൻസ് സർവീസ് ഈ ESI ഡിസ്പെൻസറിക്ക് ഒരു പ്രത്യേക കെട്ടിടം വേണമെന്ന് ഇവിടെ നിന്നൊരു പ്രൊപ്പോസൽ ഞങ്ങൾക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിന് അനുമതി നൽകിയത്. 3.5 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത്. നാളെ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റൽ ഇത് പൂർണ്ണമായും മാറ്റി ഒരു പുതിയ ബ്ലോക്ക് പണിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രൊപ്പോസൽ ഞങ്ങൾക്ക് തന്നാൽ തീർച്ചയായും അങ്ങനെ ഒരു മനോഹരമായ
ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി മോഡൽ ഹോസ്പിറ്റല് ഈ പഴയ കെട്ടിടത്തിന് പകരം പണിയാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടി ESI ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോസ് കെ മാണി MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം NJ പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. ബാംഗ്ലൂരിൽ വൈദികൻ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം CBI കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത്. 2013 ഏപ്രിൽ 1 ബാംഗ്ലൂർ സെന്റ് പീറ്റേഴ്സ് സെമിനാരിയുടെ റെക്ടറും ഏറ്റുമാനൂർ സ്വദേശിയുമായ ഫാദർ KJ തോമസിനെ സെമിനാരിക്കുള്ളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഫാദർ KJ തോമസ് വധം CBI കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ സഭ ആവശ്യപ്പെടണമെന്നും സഹോദരൻ KJ മാത്യുവും സഹോദരപുത്രൻ അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവും ആവശ്യപ്പെട്ടു. പോലീസ് അന്വേഷണത്തിൽ ആദ്യം വളരെ വ്യക്തമായി തെളിഞ്ഞിരുന്നു ഇത് അകത്തുള്ളവരാണ് ഇത് ചെയ്തതെന്നുള്ളത്. തുടക്കത്തിൽ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും അന്നത്തെ ആദ്യം അന്വേഷിച്ച പോലീസ് കമ്മീഷണർ മിർജി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് അകത്തുള്ളവരുടെ അറിവോടെ നടന്ന കൊലപാതകമാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് CBCI ഭാരവാഹികൾക്ക് കത്ത് നൽകിയതായും അവർ അറിയിച്ചു. സെമിനാരിയിലെ സഹവൈദികരുടെ പങ്കിൽ സംശയമുണ്ടെന്നും കർണാടക പോലീസിലും സർക്കാരിലുമുള്ള സ്വാധീനം കൊണ്ടാണ് പ്രതികൾക്കെതിരെ നടപടി ഉണ്ടാകാത്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. തരിശു നിലത്തിൽ പൊന്നുവിളയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ. കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ 1.5 ഏക്കർ തരിശു ഭൂമിയിലാണ് തൊഴിലാളികൾ കൃഷി ഇറക്കിയത്. കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ തത്തനമ്പാട്ടെ സ്വകാര്യ വ്യക്തിയുടെ തരിശുനിലം ഇന്ന് നെൽപ്പാടവും പച്ചക്കറിത്തോട്ടവുമാണ്. വെള്ളരിയും പടവലവും കത്തിരിയും ചീരയും പയറും തക്കാളിയും കടലയുമെല്ലാം വിളഞ്ഞു നിൽക്കുന്ന വിശാലമായ പച്ചക്കറിത്തോട്ടം. കൂടാതെ കരനെല്ലും വിളഞ്ഞു നിൽക്കുന്നു. തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കി മാറ്റിയത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു കൂട്ടം തൊഴിലാളികളാണ്. 20 പേരടങ്ങുന്ന തൊഴിലുറപ്പ് സംഘത്തിൽ 12 പേർ സ്ത്രീകളാണ്. കീടനാശിനിയോ രാസവളമോ ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ രീതിയിലാണ് കൃഷി ഇറക്കിയത്. തൊഴിലുറപ്പിൽ കിട്ടുന്ന ശമ്പളത്തോടൊപ്പം തൊഴിലാളികൾക്ക് മറ്റു വരുമാനം കൂടി കണ്ടെത്തുന്നതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോഴാണ് ഞങ്ങൾ കാർഷിക മേഖലയിലെ തരിശു കിടക്കുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കി മാറ്റിയാൽ പ്രയോജനം ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ 20 പേരടങ്ങുന്ന ഒരു തൊഴിലുറപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ 20 പേരും 2.5 ഏക്കറോളം ഭൂമിയെ ഇപ്പോൾ കൃഷിയോഗ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ നാട്ടിലെ ആളുകൾ വരികയും അത് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. വിളകൾ നനയ്ക്കാനായി കൃഷിയിടത്തിന് മധ്യത്തിലായി ഒരു നീർത്തടവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ 12 വരെയും ഉച്ചതിരിഞ്ഞ് 3 മുതൽ 6 വരെയുമാണ് കൃഷിപ്പണി. പച്ചക്കറി വിറ്റ് കിട്ടുന്ന ലാഭം തൊഴിലാളികൾ പങ്കിട്ടെടുക്കും. കൂടാതെ ദിവസവും തൊഴിലുറപ്പ് വേതനമായി 150 രൂപയും കിട്ടും. നാടൻ പച്ചക്കറി വാങ്ങാൻ നിരവധി പേരെത്തുന്നുമുണ്ട്. തരിശുഭൂമിയിൽ പൊന്നുവിളയിച്ചുകൊണ്ട് ഈ തൊഴിലുറപ്പ് സംഘം കൃഷിയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഇന്നത്തെ സമൂഹത്തിന് മാതൃകയാവുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് തലസ്ഥാനത്ത് തുടക്കം. പ്രവർത്തകർക്ക് ആവേശമായി മോഡി. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി ബഡ്ജറ്റ്. നിർമ്മാണ മേഖലയിലെ അവശ്യ സാധനങ്ങൾക്ക് വില കൂടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിന് ഒരുങ്ങി തിരുവനന്തപുരം. അവസാനവട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. വടവാതൂർ ESI ഡിസ്പെൻസറി ഏറ്റെടുത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. പ്ലാന്റേഷന്റെ കീഴിലെ തൊഴിലാളികൾക്കും ESI ചികിത്സാ സൗകര്യം ലഭ്യമാക്കുമെന്നും മന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.